ഹലോ എവ്രി വൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു തീമിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട തിയറീസ് ഏതൊക്കെയാണ്, പ്രോസസ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൗണ്ടെയിൻ ബിൽഡിംഗ് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ടേമാണ് ഓറോജനി എന്ന് പറയുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജിയോളജിക്കൽ പ്രോസസ്സാണ്. എർത്തിനെ ഷേപ്പ് ചെയ്യുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോളജിക്കൽ പ്രോസസ്സാണ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ടേമാണ് ഓറോജനി. ഈ ടേം 1890കളിൽ GK ഗിൽബർട്ട് ആണ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജിയോളജിക്കൽ പ്രോസസ്സാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സുകൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ് ഫോൾഡിങ്, ഫോൾട്ടിങ്, മെറ്റാമോർഫിസം, അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് ദ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഇപ്പോൾ എൻഡോജനിസം എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലും പ്ലേറ്റ് ടെക്ടോണിക്സും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ തിയറികളിലും ഒക്കെ തന്നെ നമ്മൾ എന്താണ് ഈ ഓരോന്നും ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പുതിയതായിട്ടുള്ളൊരു ടേം എന്ന് പറയുന്നത് മെറ്റാമോർഫിസം എന്ന് പറയുന്നൊരു ടേം ആയിരിക്കും. മെറ്റാമോർഫിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്സിനെ ഹീറ്റിൻ്റെയോ പ്രഷറിൻ്റെയോ സ്വാധീനത്താൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിനെയാണ് മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എർത്തിൻ്റെ ഇൻസൈഡിൽ നടക്കുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ അവിടുത്തെ റോക്കുകൾക്ക് പ്രത്യേകിച്ചും ഹീറ്റിലും പ്രഷറിലും വരുന്ന ഏറ്റക്കുറച്ചിലുകൾ, റോക്കിൻ്റെ ഷേപ്പിലും അതിൻ്റെ കോമ്പോസിഷനിലും വരുന്ന വ്യത്യാസത്തെയാണ് മെറ്റാമോർഫിസം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഓറോജനി എന്ന് പറയുന്നത് മെയിൻലി ഫോൾഡ് മൗണ്ടെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു സഡൻ ആയിട്ട് ഇപ്പം മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പ്രോസസ് ഓഫ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുമ്പം സിമ്പിളായിട്ട് നമുക്കറിയാം, പ്ലേറ്റ് ടെക്ടോണിക്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ കൊളീഷൻസ് കാരണമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകൾ സംഭവിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റുകൾ കൊളൈഡ് ചെയ്യുകയും ആ കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോണ്ടിനെൻ്റൽ ക്രസ്റ്റുകളിൽ നടക്കുന്ന ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങും ഒക്കെയാണ് ഇത്തരത്തിൽ മൗണ്ടെയിൻസ് രൂപീകൃതമാകുന്നതിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കോണ്ടിനെൻ്റൽ കൊളീഷൻ പ്രധാനമായിട്ടും ഓഷ്യാനിക് കോണ്ടിനെൻ്റൽ കൊളീഷൻസും സംഭവിക്കാം, ഓഷ്യാനിക് കൊളീഷനും സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും നടക്കുന്നത് സബ്ഡക്ഷൻ പ്രോസസ് ആയിരിക്കും. ദാറ്റ് മീൻ രണ്ട് ഓഷ്യാനിക് പ്ലേറ്റോ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ പ്ലേറ്റോ അല്ലെങ്കിൽ ഓഷ്യാനിക് പ്ലേറ്റുകളോ കൂട്ടിമുട്ടുന്ന സമയത്ത് ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്ത് പോവുകയും ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റ് അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓഷ്യാനിക് കോണ്ടിനെൻ്റൽ പ്ലേറ്റിൻ്റെ മൂവ്മെൻ്റ് ആവുന്ന സമയത്ത് ഇവിടെ വോൾക്കാനിക് മൗണ്ടെയിൻ റേഞ്ചസ് അതായത് രൂപീകൃതമാകുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇനി ഓഷ്യൻ കൊളീഷനാണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ വോൾക്കാനിക് ഐലൻഡ് ആർക്കുകളായിരിക്കും രൂപീകൃതമാകുന്നുണ്ടാവുക. ദെൻ ഫോൾട്ടിങ് ആൻഡ് ഫോൾഡിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ടെക്ടോണിക് പ്രഷർ കാരണം സെഡിമെൻ്ററി റോക്കുകൾ കംപ്രസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫോൾഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അവിടെ സംഭവിക്കുന്ന ബ്രേക്കിംഗ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പല പഴയ വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോൾട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻ്റൽ ടെക്ടോണിക് പ്രഷർ കാരണം സംഭവിക്കുന്നതായ ഒരു ബ്രേക്കിങ്ങിനെയാണ് ഫോൾട്ടിംഗ് എന്ന് പറയുന്നത്. ഫോൾഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സംഭവിക്കുന്ന ഒരു കംപ്രഷണൽ സെഡിമെൻ്ററി റോക്ക് ലെയേഴ്സ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഫോൾഡിങ്ങിനെയാണ് ഇവിടെ ഒരു ബെൻഡിനെയാണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നടക്കുന്നത് ബെൻഡിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോൾട്ട് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ട് അവിടെ ഒരു ബ്രേക്ക് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് വിളിക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു വേർഡാണ് റിഫ്റ്റിംഗ് ആൻഡ് വോൾക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്സുകൾ തമ്മിലുള്ള മൂവ്മെൻറ്റ്സ് സംഭവിക്കുമ്പം അവിടെ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടെക്ടോണിക് ആക്ടിവിറ്റിയാണ് റിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഡൈവേർജൻറ്റ് ടെക്ടോണിക്
പ്രോസസ്സിനകത്താണ് റിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, അതായത് ക്രസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ തിന്നായിട്ട് മാറും. ഇത് ആ പ്ലേറ്റിനകത്ത് ക്രസ്റ്റിനകത്ത് ക്രാക്സുകൾ രൂപീകൃതമാകുന്നതിന് കാരണമാകും. അപ്പോൾ ഇത്തരത്തിൽ ക്രാക്സുകൾ രൂപീകൃതമാകുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ ബ്ലോക്കുകൾ സിങ്കായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് റിഫ്റ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവുക മിക്കവാറും റിഫ്റ്റിംഗ് വാലി ആയിരിക്കും. ഇപ്പം 2 പ്ലേറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 പ്ലേറ്റുകളും ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. അപ്പോൾ ഡൈവേർജൻറ്റ് പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയുമ്പം അതിൻ്റെ മൂവ്മെൻറ്റ് ഇപ്രകാരമായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ തിന്നാവുകയും തിന്നായിട്ട് ഈ സെൻട്രൽ ഭാഗം സിങ്ക് ചെയ്ത് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു റിഫ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം റിഫ്റ്റ് വാലി നമ്മൾ പ്രധാനമായിട്ടും ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണം, അപ്പോൾ റിവർ വാലി എന്നൊക്കെ പറയുന്ന പോലെ, ഗ്ലേഷ്യേറ്റഡ് വാലി എന്നൊക്കെ പറയുന്നത് പോലെ ടെക്ടോണിക്സ് ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്ന വാലികളെയാണ് നമ്മൾ റിഫ്റ്റിംഗ് വാലി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഈ ഫോൾട്ടിങ്ങും ഫോൾഡിങ്ങിനും അപ്പുറത്തേക്ക് റിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റുകൾ ഇതിനുള്ളൊരു എക്സാമ്പിളാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൗണ്ടെയ്ൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം 3 തരത്തിലാണ് മൗണ്ടെയ്ൻസിനെ പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് മോഡ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ, ദെൻ അവരുടെ ഏജ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൗണ്ടെയ്ൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ്, ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന 2 തരം മൗണ്ടെയ്ൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസിനെ എഗെയിൻ കോണ്ടിനെൻസിനകത്ത് രൂപീകൃതമാകുന്ന മൗണ്ടെയ്ൻസ് ആണ് കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ് ക്ലൈമറ്റിനെയും കോണ്ടിനെൻസിലെ ക്ലൈമറ്റിനെയും അവിടുത്തെ റിവർ സിസ്റ്റത്തെയും അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെയും വളരെ നന്നായിട്ട് തന്നെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ് 2 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് കോസ്റ്റൽ മൗണ്ടെയ്ൻസ്, കോസ്റ്റിൻ്റെ എലോങ് കോസ്റ്റിൽ രൂപീകൃതമാകുന്ന മൗണ്ടെയ്ൻസ് ആണ് കോസ്റ്റൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഇതും സബ്ഡക്ഷൻ ആൻഡ് ടെക്ടോണിക് ആക്ടിവിറ്റീസ് കാരണമായിരിക്കും രൂപീകൃതമാകുന്നുണ്ടാവുക. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സ്, ആൻഡസ്, റോക്കീസ് ഇതൊക്കെ തന്നെ കോസ്റ്റൽ മൗണ്ടെയ്ൻസിന് ഉദാഹരണമാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് ഇൻലാൻഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഇൻലാൻഡ് മൗണ്ടെയ്ൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോണ്ടിനെൻസിൻ്റെ ഇൻറ്റീരിയറിൽ കാണപ്പെടുന്ന മൗണ്ടെയ്ൻസിനെയാണ് ഇൻലാൻഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കോണ്ടിനെൻ്റൽ കൊളീഷൻസ് കാരണമാണ് രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇൻലാൻഡ് മൗണ്ടെയ്ൻസ് ആണ് ഈ കോണ്ടിനെൻസിനകത്തെ ക്ലൈമറ്റിനെയും അതിൻ്റെ റിവർ സിസ്റ്റത്തെയും ഒക്കെ വളരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇപ്പം ഹിമാലയാസ്, യുറാൽസ് ഇതൊക്കെ തന്നെ ഇൻലാൻഡ് മൗണ്ടെയ്ന് ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ് നമ്മൾ പഠിച്ചു. കോണ്ടിനെൻ്റൽ എന്ന് പറയുമ്പം കോസ്റ്റൽ മൗണ്ടെയ്ൻസും ഉണ്ട്, ഇൻലാൻഡ് മൗണ്ടെയ്ൻസും ഉണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി. പിന്നെ അടുത്തായിട്ട് ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് ആണ്. ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന സമയത്ത് അണ്ടർ വാട്ടർ മൗണ്ടെയ്ൻസിനെയാണ് നമ്മളിവിടെ ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് പ്രധാനമായിട്ടും വോൾക്കാനിക് ആക്ടിവിറ്റീസ് കാരണമോ അല്ലെങ്കിൽ സീ ഫ്ലോർ സ്പ്രെഡിങ് കാരണമോ ആയിരിക്കും ഇത്തരത്തിലുള്ള മൗണ്ടെയ്ൻസ് രൂപീകൃതമാകുന്നുണ്ടാവുക. ഓക്കെ, മോസ്റ്റ്ലി സബ്മേർജ്ഡ് ആണ്. ദാറ്റ് മീൻ അണ്ടർ വാട്ടർ മൗണ്ടെയ്ൻസ് ആണ് ഈ ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ചില മൗണ്ടെയ്ൻസ് ചിലപ്പോൾ ഒരു ഐലൻഡ് ആയിട്ടൊക്കെ അതിൻ്റെ മുകൾ ഭാഗം ഒരു ഐലൻഡ് ആയിട്ടൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബസാൾട്ടിക് ക്രസ്റ്റ് കൊണ്ട് രൂപീകൃതമായിരിക്കുന്നതാണ് നമ്മുടെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്, ഈസ്റ്റ് പസഫിക് റൈസ്, ഹവായിൻ ഐലൻഡ്സ് ഇതൊക്കെ തന്നെ ഓഷ്യാനിക് മൗണ്ടെയ്ൻസിന് പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലേറ്റ് ടെക്ടോണിക്സും സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനും ഒക്കെ കാരണമാകുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഫീച്ചേഴ്സാണ് ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. വളരെ റിച്ച് ആയിട്ടുള്ള മിനറൽ റിസോഴ്സസ് ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഓഷ്യൻ ഫ്ലോറിനെ ഷേപ്പ് ചെയ്യുന്നതിനും എർത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രോസസ്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് വളരെ വലിയ സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് മൗണ്ടെയ്ൻ ടൈപ്സ് ഓഫ് മൗണ്ടെയ്ൻസ് ആണ്. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ നമുക്ക് കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസ് ആൻഡ് ഓഷ്യാനിക് മൗണ്ടെയ്ൻസ് എന്നിങ്ങനെ 2 ആയിട്ട് തരംതിരിക്കാം. കോണ്ടിനെൻ്റൽ മൗണ്ടെയ്ൻസിൽ ഇൻലാൻഡ് മൗണ്ടെയ്ൻസും ഉണ്ട്, അതുപോലെ തന്നെ കോസ്റ്റൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും ഉണ്ട്. ഓക്കെ, ഇതിനടുത്തതായിട്ട് മോഡ് ഓഫ് ഒറിജിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മൗണ്ടെയ്ൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് റെസ്യൂജൽ ഓർ റെലിക്റ്റ് മൗണ്ടെയ്ൻസ് എന്നുള്ളതാണ്. അപ്പോൾ ആ ടേം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടെയ്ൻസ് ഡെന്യൂഡേഷണൽ പ്രോസസ്സ് കാരണം എക്സ്പോസ് ചെയ്യപ്പെടുമ്പം കാണുന്നതായ
എന്താ റെമനൻസ് ഓഫ് ഏൻഷ്യൻറ്റ് ഫോൾഡ് മൗണ്ടെയ്ൻസിനെയാണ് റെസ്യൂജ്വൽ മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇറോഷണൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് ഇപ്പം നീലഗിരി, പാൽക്കൊണ്ട, പരശാന്ത, രാജ്മഹൽ റേഞ്ചസ്, ആരവല്ലി റേഞ്ച്, വിന്ധ്യ റേഞ്ച്, സത്പുര, USA മൊണാഡ്നോക്ക് തുടങ്ങിയവയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെസ്യൂജ്വൽ മൗണ്ടെയ്ൻസിനുള്ള പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്. അപ്പോൾ റെസ്യൂജ്വൽ മൗണ്ടെയ്ൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെന്യൂഡേഷൻ കാരണം എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു ഏൻഷ്യൻ ഫോൾഡ് മൗണ്ടെയിൻ്റെ റെമനൻ്റ് ആണ് റെസ്യൂജ്വൽ മൗണ്ടെയ്ൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വോൾക്കാനിക് മൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വോൾക്കാനിക് മെറ്റീരിയൽസിൻ്റെ അക്യുമുലേഷൻ കാരണം രൂപീകൃതമാകുന്ന മൗണ്ടെയ്ൻസിനെയാണ് വോൾക്കാനിക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ലാവ, ആഷ് അങ്ങനെയുള്ള വോൾക്കാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു മൗണ്ടെയിൻ ഷേപ്പിൽ അത് ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള മൗണ്ടെയ്ൻസിനെയാണ് നമ്മൾ വോൾക്കാനിക് മൗണ്ടെയ്ൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ മൗന ലാവോ, മൗണ്ട് പപ്പുവ, മൗണ്ട് ഫുജി തുടങ്ങിയവയൊക്കെ ഇത്തരത്തിലുള്ള വോൾക്കാനിക് മൗണ്ടെയ്ൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. അടുത്താണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ്. ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടെക്ടോണിക്കൽ ആക്ടിവിറ്റീസ് കാരണം രൂപീകൃതമാകുന്നതാണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോൾട്ടിങ് കാരണം, ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോൾട്ടിങ് എന്ന് പറയുന്നൊരു ഇത് പറഞ്ഞു. ഒരു പ്ലേറ്റ് ഉണ്ട്, 2 പ്ലേറ്റുകൾ ഈ ഒരു ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ഫോൾട്ടിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ സെൻട്രൽ ലാൻഡ് എന്ന് പറയുന്നത് ഒന്ന് സിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യുകയോ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അപ്ലിഫ്റ്റ് ചെയ്യുകയും സിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ലാൻഡ് ഫോംസിനാൽ രൂപീകൃതമാകുന്നതാണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രസ്റ്റ് ഫോൾട്ടിങ് കാരണം ബ്രേക്ക് ആവുന്നു. ചില ബ്ലോക്കുകൾ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. ഇത്തരത്തിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റിക്ലൈൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻറ്റിക്ലൈൻ്റെ ഭാഗങ്ങളെ ഹോസ്റ്റ്, അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുന്ന ബ്ലോക്കുകളെ നമ്മൾ ഹോസ്റ്റ് എന്നാണ് വിളിക്കാറുള്ളത്. ചില ബ്ലോക്കുകൾ ഡൗൺവേർഡിലേക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്രാബൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഈ ഒരു പോർഷനാണ് ഗ്രാബൻ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഗ്രാബൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ റിഫ്റ്റ് വാലി എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ക്രസ്റ്റ് ഫോൾട്ടിങ് കാരണം ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ലാൻഡ് ഫോമുകളാണ് ഹോസ്റ്റും ഗ്രാബനും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളാണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് ആയിട്ട് രൂപീകൃതമാകുന്നത്. ഓക്കെ, അപ്പോൾ ക്രസ്റ്റ് ഫോൾട്ടിങ് കാരണം ബ്രേക്ക് ആവുന്നു. ചില ബ്ലോക്കുകൾ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചില ബ്ലോക്കുകൾക്ക് താഴോട്ടൊരു മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിച്ച ബ്ലോക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് വിളിക്കുന്നു. ചില ബ്ലോക്കുകൾക്ക് ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ് സംഭവിക്കുക. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാബൻ അല്ലെങ്കിൽ റിഫ്റ്റ് വാലി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിച്ച മൗണ്ടെയ്ൻസിനെയാണ് ബ്ലോക്ക് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇതിന് പ്രധാനപ്പെട്ടൊരു എക്സാമ്പിളായിട്ട് വരുന്നത്. ദെൻ അപ്വാർപ്പ്ഡ് മൗണ്ടെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അപ്വാർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എർത്തിൻ്റെ ക്രസ്റ്റിൽ ഇൻറ്റേർണൽ ഫോഴ്സസ് കാരണം അത് ബ്രേക്ക് ചെയ്യുകയോ ഫോൾട്ട് ചെയ്യുകയോ ചെയ്യാതെ അതിന് അകത്ത് വരുന്ന ഒരു ബ്രോഡായിട്ടുള്ള അപ്ലിഫ്റ്റ്മെൻറ്റിനെയാണ് അപ്വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡോം ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരിക്കും ഈ അപ്വാർപ്പിങ്ങിനകത്ത് നടക്കുന്നുണ്ടാവുക. ഓക്കെ, അതായത് അപ്വാർപ്പിംഗ് എന്ന ഒരു ടേമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്വാർപ്പിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം എർത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സസ് കാരണം എർത്തിൻ്റെ ക്രസ്റ്റ് ബ്രേക്ക് ചെയ്യുകയോ ഫോൾട്ട് ചെയ്യുകയോ ചെയ്യാതെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ലാൻഡായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്വാർപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു ഡോം ഷേപ്പ്ഡ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു അപ്വാർപ്പിംഗ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇൻറ്റേർണൽ ഫോഴ്സസ് ലിമിറ്റഡ് ആണെങ്കിൽ അവിടെ രൂപീകൃതമാകുന്നത് ഡോം ഷേപ്പ്ഡ് ആയിട്ടുള്ള മൗണ്ടെയ്ൻസ് ആയിരിക്കും. ഇനി ലാർജ് സ്കെയിൽ ആയിട്ടുള്ള അപ്വാർപ്പിംഗ്, ദാറ്റ് മീൻ ഇൻറ്റേർണൽ ഫോഴ്സസ് അത്രയും ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൗണ്ടെയിൻ റേഞ്ച് തന്നെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ രൂപീകൃതമാകുന്ന മൗണ്ടെയ്ൻസിനെയാണ് അപ്വാർപ്പ്ഡ് മൗണ്ടെയ്ൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്രധാനപ്പെട്ടൊരു ഫീച്ചറാണ് ഫോൾഡ് മൗണ്ടെയ്ൻസ്. ഓക്കെ, ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ സിസ്റ്റമാണ് ഫോൾഡ് മൗണ്ടെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, 2 ടെക്ടോണിക് പ്ലേറ്റുകൾ
അവർ പരസ്പരം ഒരേ സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള സെഡിമെൻ്ററി റോക്ക് ലെയേഴ്സ് കംപ്രസ് ചെയ്യപ്പെടുകയും ഈ കംപ്രസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് റോക്കുകൾ ബെൻഡ് ചെയ്തിട്ടാണ്, അതായത് ബ്രേക്ക് ചെയ്യുകയോ മറ്റൊന്നും ചെയ്യാതെ അത് ബെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന മൗണ്ടെയിൻ സിസ്റ്റമാണ് ഫോൾഡ് മൗണ്ടെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള മൗണ്ടെയിൻ സിസ്റ്റത്തിന് ഉദാഹരണമാണ് ഹിമാലയാസ്, ആൽപ്സ്, ആൻഡസ് ഒക്കെ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ നടക്കുന്ന പ്രോസസ്സ് ഫോൾഡിംഗ് ആണ്. രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ ഓക്കെ ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഇത് ബെൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ലാൻഡ് ഫോം ഫോൾട്ടിങ്ങോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സംഭവിക്കുന്നില്ല, മറിച്ച് അവിടെ ബെൻഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഫോൾഡ് മൗണ്ടെയിൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സെഡിമെൻ്ററി റോക്കുകൾ ബെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന മൗണ്ടെയിൻസിനെയാണ് ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പീരീഡ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 4 മൗണ്ടെയിൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് അത് ഒറിജിൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തു, ദെൻ അത് ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി പീരീഡ് ഓഫ് ഒറിജിൻ്റെ അടിസ്ഥാനത്തിലാണ് മൗണ്ടെയിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് പ്രീ കാംബ്രിയൻ മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ പ്രീ കാംബ്രിയൻ ഇറയിൽ രൂപീകൃതമായിട്ടുള്ള മൗണ്ടെയിൻസിനെയാണ് പ്രീ കാംബ്രിയൻ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മൗണ്ടെയിൻ സിസ്റ്റമാണ്. ഹൈലി ഡെന്യൂഡേഷൻ ആൻഡ് മെറ്റാമോർഫൈസ്ഡ് പ്രോസസ്സുകൾ അതിനകത്ത് നടന്നിട്ടുണ്ട്. റെസ്യൂജ്വൽ മൗണ്ടെയിൻസ് ആയിട്ടാണ് മിക്കവാറും ഇത് അപ്പിയർ ചെയ്യുന്നുണ്ടാവുക. ലൊറേഷ്യൻ മൗണ്ടെയിൻസ്, അൽഗോമ ഹൈലൻഡ്സ് ഒക്കെ തന്നെ പ്രീ കാംബ്രിയൻ മൗണ്ടെയിൻസിനുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തതായിട്ട് കാലിഡോണിയൻ മൗണ്ടെയിൻസ് ആണ്. ഇത് സിലൂരിയൻ ഓർ ഡിവോണിയൻ ആ ഒരു ടൈമിലാണ് ഇത് രൂപീകൃതമാകുന്നത്. ഏർലി പാലിയോസോയിക് ടെക്ടോണിക് മൂവ്മെൻറ്റ്സ് കാരണമാണ് ഇത്തരത്തിലുള്ള മൗണ്ടെയിൻസ് രൂപീകൃതമായിരിക്കുന്നത്. അതായത് അപ്ലാന്റിയൻ, ആരവല്ലി റേഞ്ചൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. then അടുത്തായിട്ട് വരുന്നതാണ് ഹെർസീനിയൻ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. വളരെ റിച്ച് കോൾ ആൻഡ് മിനറൽസ് ഡെപ്പോസിറ്റ്സ് കാണപ്പെടുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചസ് ആണ്. കാർബോണിഫറസ് പെർമീനിയൻ ആ ഒരു ടൈം പീരീഡിലാണ് ഇത് രൂപീകൃതമാകുന്നത്. യൂറോപ്പിലും ഏഷ്യയിലുമാണ് പ്രധാനമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ മൗണ്ടെയിൻസ് രൂപീകൃതമായതായിട്ട് നമുക്ക് അറിയുന്നത്. ഇപ്പം ബ്ലാക്ക് ഫോറസ്റ്റ്, യുറാൽ തുടങ്ങിയവയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മൗണ്ടെയിൻസിനുള്ള ഒരു ഉദാഹരണമാണ്. അതിനടുത്തായിട്ട് ആൽപൈൻ മൗണ്ടെയിൻസ് ആണ്. ഇത് ടെർഷ്യറി പീരീഡിലൊക്കെയാണ് ഇത് രൂപീകൃതമായിരിക്കുന്നത്. വളരെ യങ്ങസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ സിസ്റ്റമാണ് ആൽപൈൻ മൗണ്ടെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. വളരെയധികം റഗ്ഗഡ് ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഇപ്പോഴും ടെക്ടോണിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൗണ്ടെയിൻ സിസ്റ്റമാണ് ആൽപൈൻ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹിമാലയാസ് ഒക്കെ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പിന്നെ അറ്റ്ലസ്, ആൽപ്സ്, റോക്കി മൗണ്ടെയിൻസ് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫോൾഡ് മൗണ്ടെയിൻ സിസ്റ്റത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇത് ടെർഷ്യറി പീരീഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി മൗണ്ടെയിൻ ബിൽഡിങ്ങിൻ്റെ തിയറീസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തിയറീസ് ഓഫ് മൗണ്ടെയിൻ ബിൽഡിംഗ് എന്ന് പറയുമ്പം അതിന് മുന്നേ നമ്മളൊരു ടേം പഠിച്ചു വെക്കണം. ജിയോസിൻക്ലൈൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജിയോസിൻക്ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ geosynclines are the area of long, wide and shallow depression of the water body bordered by rigid masses and get huge sedimentation deposit from surrounding areas എന്നുള്ളതാണ്. Okay, our earth crust can be divided into 2 parts based on the strength. Rigid masses of mobile zone of water ആണ്. This mobile zone of water is called geosynclines where most of the mountains are built എന്നുള്ളതാണ്. അപ്പോൾ ഈ മൗണ്ടെയിൻ ബിൽഡിംഗ് തിയറീസ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ജിയോസിൻക്ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പല മൗണ്ടെയിൻ ബിൽഡിംഗ് തിയറീസും അവരുടെ ആ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ ഒരു എർത്തിൽ കാണപ്പെടുന്ന വലിയ ഡിപ്രഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഈ ജിയോസിൻക്ലൈൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിന് സറൗണ്ടിങ്സ് ആയിട്ടുള്ള സെഡിമെൻറ്റ്സ് ഒക്കെ തന്നെ
കാലങ്ങൾ എടുത്തുകൊണ്ട് ഇതിനെ ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് ജിയോസിൻക്ലൈനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം. ഓക്കെ, അപ്പം ഈ ജിയോസിൻക്ലൈനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് വന്നൊരു തിയറിയാണ് ജിയോസിൻക്ലിനൽ ഓറോജൻ തിയറി എന്ന് പറയുന്നത്. കോബറാണ് ഇത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. ലിയോപോൾഡ് കോബറാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഡെർ ബൗഡർ എർഡെ എന്ന് പറയുന്ന 1921 പബ്ലിഷ് ചെയ്യപ്പെട്ട പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തിയറിയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൗണ്ടെയിൻ ഫോം ഡ്യൂ ടു കംപ്രഷൻ ഓഫ് ലാർജ് സെഡിമെന്റ് ഫിൽഡ് ട്രഫ്സ് കോൾഡ് ജിയോസിൻക്ലൈൻസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ റിജിഡ് കോണ്ടിനെന്റൽ ബ്ലോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിജിഡ് കോണ്ടിനെന്റൽ ബ്ലോക്സിൻ്റെ ഇടയിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വളരെ വലിയ ട്രഫുകൾ, ഓക്കെ, അതിനകത്ത് സെഡിമെന്റ് ഫില്ല് ചെയ്യുകയും ഈ സെഡിമെന്റിന്റെ പിന്നീട് നടന്ന കംപ്രഷൻ കാരണമാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള മൗണ്ടെയിൻസ് ഒക്കെ രൂപീകൃതമാകുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ജിയോസിൻക്ലിനൽ ഓറോജൻ തിയറി എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ കോബറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും 2 സോൺസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓറോജൻ ഓർ മൊബൈൽ സോൺ ആണ്, ദെൻ കാർട്ടോജൻ ഓർ റിജിഡ് സോൺ ആണ്. അപ്പോൾ ഓറോജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് ഈ ഓറോജൻ എന്ന് പറയുന്നത്. ഈ ഓറോജനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് കാർട്ടോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓറോജനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മളിവിടെ കോബർ കാർട്ടോജൻ എന്ന് വിളിക്കുന്നത്. ഇത് റിജിഡ് ആയിട്ടുള്ള ഒരു സോണാണ്. ദെൻ കോബറിൻ്റെ അഭിപ്രായത്തിൽ 3 സ്റ്റേജസ് ഓഫ് മൗണ്ടെയിൻ ബിൽഡിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന് ലിതോജെനിസിസ്, ഓറോജെനിസിസ്, ഗ്ലിപ്റ്റോജെനിസിസ്. ലിതോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വലിയൊരു ജിയോസിൻക്ലൈൻസ് ഉണ്ടാവും. ഓക്കെ, വലിയൊരു ഡിപ്രഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഡിപ്രഷനകത്ത് എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു. ഈ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് പിന്നീട് കംപ്രഷണൽ പ്രോസസ്സിന് വിധേയമാകുന്നു. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യുന്നു, ഫോൾഡ് ചെയ്തിട്ട് മൗണ്ടെയിൻസ് ആയിട്ട് രൂപീകൃതമാകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തിയറി. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു ജിയോസിൻക്ലൈൻ ഉണ്ടാവുന്നു. ജിയോസിൻക്ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എർത്ത് സർഫേസിനകത്ത് വരുന്ന ലാർജ് ആയിട്ടുള്ള ഡിപ്രഷനാണ്. ആ ഡിപ്രഷൻ്റെ ചുറ്റും ക്രാറ്റോജൻ എന്ന് പറയുന്ന റിജിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. കാലങ്ങൾ കഴിയുമ്പോൾ അതിനകത്ത് നടക്കുന്ന ഇറോഷണൽ ആക്ടിവിറ്റീസ് ഈ ഒരു ജിയോസിൻക്ലൈനകത്ത് ഡെപ്പോസിഷൻസ് നടത്തുകയും ഈ ഡെപ്പോസിഷൻസ് നടത്തി സെഡിമെന്റേഷൻ എന്നാണ് അതിന് വിളിക്കുന്നത്. ഓക്കെ, ജിയോസിൻക്ലൈനകത്ത് ഇറോഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സ് സെഡിമെന്റേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സെഡിമെന്റേഷൻ നടന്നു കഴിയുന്നതിന് ശേഷം ഈ ജിയോസിൻക്ലൈനകത്ത് ഒരു കംപ്രഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയും ഈ കംപ്രഷണൽ ഫോഴ്സ് അവിടുത്തെ ലാൻഡ് ഫോം അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനും പിന്നീട് ഇറോഷൻ ആൻഡ് ഇന്ന് കാണുന്ന തരത്തിൽ മൗണ്ടെയിൻസ് ആയിട്ട് ഷേപ്പ് ചെയ്യുന്നതിനും കാരണമാകുന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ജിയോസിൻക്ലൈനകത്ത് സെഡിമെന്റേഷൻ നടക്കുന്ന പീരീഡിനെ ലിതോജെനിസിസ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ദെൻ അവിടെ കംപ്രഷൻ സംഭവിച്ച് മൗണ്ടെയിൻസ് ഫോം ചെയ്യുന്ന പീരീഡിനെ ഓറോജെനിസിസ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം ഈ മൗണ്ടെയിൻസ് അപ്ലിഫ്റ്റ്മെന്റും ഇറോഷനും ഷേപ്പിങ്ങും ഒക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തെ ഗ്ലിപ്റ്റോജെനിസിസ് എന്നുമാണ് കോബർ വിളിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ജിയോസിൻക്ലൈൻ ഉണ്ട്, അതിനകത്ത് സെഡിമെന്റ് അക്യുമുലേഷൻ നടക്കുന്നു. ദെൻ അത് സെഡിമെന്റ് അക്യുമുലേഷൻ നടക്കുമ്പം ആ വെയിറ്റ് കാരണം അത് സബ്സിഡൻസ് സംഭവിക്കുന്നു. ദെൻ അവിടെ ഒരു കംപ്രഷൻ സംഭവിക്കുന്നു. കംപ്രഷൻ പിന്നീട് ഫോൾഡിങ്ങിനും മെറ്റാമോർഫിസത്തിനും അപ്ലിഫ്റ്റ്മെന്റിനും കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഇറോഷണൽ സൈക്കിളാണ്. ഇത്തരത്തിലുള്ള ഇറോഷണൽ സൈക്കിൾ കാരണമാണ് ഈ ഒരു മൗണ്ടെയിൻ ബിൽഡിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കോബറിൻ്റെ അഭിപ്രായം. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തെർമൽ കോൺട്രാക്ഷൻ തിയറി ഓഫ് ജെഫറി ആണ്. ഓക്കെ, അപ്പോൾ മൗണ്ടെയിൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള മറ്റൊരു തിയറിയാണ് തെർമൽ കോൺട്രാക്ഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഹറോൾഡ് ജെഫറീസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തിയറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എർത്ത് ഇറ്റ്സ് ഒറിജിൻ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സിനെ കൂളിംഗ് ആൻഡ് കോൺട്രാക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയുടെ ബേസിക് അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എർത്ത് വാസ് ഒറിജിനലി ഹോട്ട് ആൻഡ് സെമി മോൾട്ടൺ എന്നുള്ളതാണ്. അപ്പോൾ എർത്ത് തുടക്കത്തിൽ വളരെ ഹോട്ടായിട്ടുള്ള സെമി മോൾട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നുവെന്നും കുറേ കാലഘട്ടങ്ങൾ കഴിയുമ്പം ആ എർത്തിന് അതിൻ്റെ ചൂട് നഷ്ടമാവുകയും
ചൂട് നഷ്ടമാകുന്നതിൻ്റെ ഭാഗമായിട്ട് അത് തണുക്കാൻ തുടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ തണുക്കാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും എർത്തിൻ്റെ മെറ്റീരിയൽസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഈ കോൺട്രാക്ഷൻ കംപ്രഷൻ ആൻഡ് ടെൻഷണൽ സ്ട്രെസ്സിന് കാരണമായി എന്നും ഈ സ്ട്രെസ്സാണ് പിന്നീട് ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങിനും മൗണ്ടെയിൻ ബിൽഡിങ്ങിനും കാരണമായത് എന്നുമാണ് തെർമൽ കോൺട്രാക്ഷൻ തിയറിയിൽ ജെഫറീസ് അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പം ജെഫറിൻ്റെ അഭിപ്രായത്തിൽ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ലിറ്റിൽ ഓർ നോ ടെമ്പറേച്ചർ ചേഞ്ചസ് ആണ്. അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള എർത്ത് ക്രസ്റ്റ് ഏകദേശം ഒരു 700 കിലോമീറ്റർ ഓഫ് ദ എർത്ത് ക്രസ്റ്റ് ആണ് സിഗ്നിഫിക്കൻ്റ്ലി കൂൾഡ് ആയത് എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പം ജെഫറിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നമ്മളൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജെഫറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. തുടക്കകാലങ്ങളിൽ എർത്തിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ക്രസ്റ്റും ഒക്കെ തന്നെ വളരെയധികം ചൂടുള്ളതായിരുന്നു എന്നും പിന്നീട് അപ്പം അത് ഒരു സെമി മോൾട്ടൺ രീതിയിലായിരുന്നുവെന്നും പിന്നീട് കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ ഹീറ്റ് നഷ്ടപ്പെടുന്നു. ഈ ഹീറ്റ് നഷ്ടപ്പെടുന്നത് അതിൻ്റെ അപ്പർ മോസ്റ്റ് ഒരു 700 കിലോമീറ്റർ ഓഫ് ദ എർത്ത് ക്രസ്റ്റിന് മാത്രമേ ആ ചൂട് നഷ്ടപ്പെടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ യാതൊരു വിധത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചുകളും സംഭവിച്ചിട്ടില്ല. എർത്തിൻ്റെ ഒരു 700 കിലോമീറ്റർ ഓഫ് എർത്ത് ക്രസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി കൂൾഡായി എന്നും ഈ കൂളിങ് അപ്പർ ലെയർ കൂൾഡ് ആവുകയും ലോവർ ലെയർ ചൂടാവുകയും ചെയ്യുന്ന ഈ ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു വ്യത്യാസം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സുകളെ കംപ്രഷണൽ ഫോഴ്സുകളെ ആക്ടിവേറ്റ് ചെയ്തു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം മൗണ്ടെയിൻ ബിൽഡിങ്ങിൻ്റെ 3 മെക്കാനിസംസ് പറയുന്നുണ്ട്. ഒന്ന്, കംപ്രഷൻ ഇൻ ദ അപ്പർ ക്രസ്റ്റ്, അതായത് അപ്പർ ക്രസ്റ്റ് വളരെ പെട്ടെന്ന് കൂൾ ചെയ്തു. ഇൻസൈഡ് ആണെങ്കിൽ വളരെയധികം ഹോട്ടുമാണ്. അപ്പോൾ അപ്പർ ക്രസ്റ്റ് സ്വാഭാവികമായിട്ടും കംപ്രസ് ചെയ്യാൻ തുടങ്ങി. ഈ കംപ്രഷൻ ഫോൾഡിങ്ങിനും അതുപോലെ തന്നെ ഫോൾഡ് മൗണ്ടെയിൻസ് രൂപീകൃതമാകുന്നതിനും കാരണമായി. ദെൻ ടെൻഷൻ ഇൻ ദ ലോവർ ക്രസ്റ്റ്. ഓക്കെ, അപ്പം കംപ്രഷൻ എന്താണ്, ടെൻഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ എൻഡോജനറ്റിക് പ്രോസസ്സിനകത്ത് വളരെയധികം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കംപ്രഷണൽ ഫോഴ്സ്, ടെൻഷണൽ ഫോഴ്സ്. കംപ്രഷണൽ ഫോഴ്സ് കാരണമാണ് ഫോൾഡിങ് സംഭവിക്കുന്നത്, ടെൻഷണൽ ഫോഴ്സ് കാരണം ഫോൾട്ടിംഗ് ആണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ടെൻഷണൽ, ലോവർ ക്രസ്റ്റിനകത്ത് ചൂട് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഇല്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ലോവർ ക്രസ്റ്റ് വളരെ പതിയാണ് കൂൾ ആൻഡ് കോൺട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് കൂൾ ആൻഡ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ ആ ക്രാക്കുകളിലൂടെ മാഗ്മ റൈസ് ചെയ്യുകയും അവിടെ വോൾക്കാനിക് ആക്ടിവിറ്റി സംഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പർ ക്രസ്റ്റ് തണുക്കുന്നതോടുകൂടി അവിടെ എന്ത് ചെയ്യുന്നു, ഫോൾഡിങ് സംഭവിക്കുന്നു. ലോവർ ക്രസ്റ്റ് പതിയെയാണ് തണുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്രസ്റ്റിൻ്റെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഇന്നർ ഏരിയയിൽ യാതൊരു വിധത്തിലുള്ള ടെമ്പറേച്ചർ ചേഞ്ചും ഇല്ല. അപ്പർ ക്രസ്റ്റ് തണുക്കുന്നതോടുകൂടി അവിടെ കംപ്രഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. ലോവർ ക്രസ്റ്റ് തണുക്കുന്നതോടുകൂടി അവിടെ ടെൻഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ലോവർ ക്രസ്റ്റിനകത്ത് വോൾക്കാനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുകയും അപ്പർ ക്രസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ ഫോൾഡിങ് ആക്ടിവിറ്റീസ് നടക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് അദ്ദേഹം ഒരു ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള സ്ട്രെയിനും സംഭവിക്കാത്തൊരു മേഖലയെയാണ് അദ്ദേഹം ലെവൽ ഓഫ് നോ സ്ട്രെയിൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ അപ്പർ കംപ്രഷണൽ സോൺ ആൻഡ് ദ ലോവർ ടെൻഷണൽ സോൺ. ഓക്കെ, അപ്പോൾ അപ്പർ കംപ്രഷണൽ സോണിനും ലോവർ ടെൻഷണൽ സോണിനും ഇടയിൽ യാതൊരു വിധത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കാത്തൊരു പ്രദേശമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു. ഇതിനെയാണ് ലെവൽസ് ഓഫ് നോ സ്ട്രെയിൻ എന്തുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. തുടക്ക കാലഘട്ടങ്ങളിൽ എർത്ത് വളരെയധികം ചൂടുള്ളതായിരുന്നു. പിന്നീട് തണുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ കംപ്രഷൻ ആൻഡ് ടെൻഷണൽ ആക്ടിവിറ്റീസ്, അപ്പർ ലെയറിൽ കംപ്രഷണൽ ആക്ടിവിറ്റീസും ലോവർ ലെയറിൽ ടെൻഷണൽ ആക്ടിവിറ്റീസും നടന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് മൗണ്ടെയിൻസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജെഫറിൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള ക്രിറ്റിസിസംസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൈനർ ഫോൾഡ് മാത്രമേ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഈ കോൺട്രാക്ഷൻ ഇൻസഫിഷ്യൻ്റ് ആണ് ഇത്തരത്തിലുള്ള വലിയൊരു മൗണ്ടെയിൻ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വന്ന ക്രിറ്റിസിസംസ് ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ്
ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോളിയുടെ റേഡിയോ ആക്റ്റീവ് തിയറിയാണ്. ഓക്കെ, തെർമൽ സൈക്കിൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് തിയറിയാണ്. ഇദ്ദേഹം ഒരു ഐറിഷ് ജിയോളജിസ്റ്റ് ആണ്. 1925 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എർത്തിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹീറ്റിന് കാരണം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ യുറേനിയം, തോറിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് എർത്തിന് ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യുകയും ഹീറ്റ് അക്യുമുലേറ്റ്സ് ഫാസ്റ്റർ ദാൻ ഇറ്റ് എസ്കേപ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് അക്യുമുലേറ്റ്സ് ഫാസ്റ്റർ ദാൻ ഇറ്റ് എസ്കേപ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു പീരിയോഡിക് മെൽറ്റിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ, ഒരു ബസാൾട്ടിക് സബ്സ്ട്രാറ്റത്തിനകത്ത്, ദാറ്റ് മീൻസ് സൈമയിൽ ഒരു പീരിയോഡിക് മെൽറ്റിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ സംഭവിക്കുമെന്നും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോസസ്സ് 33 മുതൽ 56 മില്യൺ ഇയേഴ്സ് വരെ ഈ ഒരു സൈക്കിള് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നുമാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ജോളിയുടെ അഭിപ്രായത്തിൽ എർത്തിൻ്റെ സ്ട്രക്ചർ സിയാൽ എന്ന് പറയുന്നത് ലൈറ്റർ ആയിട്ടുള്ള ഗ്രാനൈറ്റിക് ലെയറാണ്. സൈമ എന്ന് പറയുന്നത് ഹെവിയർ ആയിട്ടുള്ളൊരു ബസാൾട്ടിക് ലെയറാണ്. ഓക്കെ, ഈ ഒരു സിയാൽ സൈമയുടെ മുകളിൽ റസ്റ്റ് ചെയ്യാണ് എന്നുള്ളതാണ് ജോളിയുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ തെർമൽ സൈക്കിൾസ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ഡീകേ പ്രൊഡ്യൂസസ് എക്സസ് ഹീറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഹീറ്റുകളൊക്കെ തന്നെ സൈമയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ സൈമയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബസാൾട്ടിക് സ്ട്രാറ്റം മെൽറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ലോസ് ചെയ്യുകയും സൈമ സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങുകയും സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജോളി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ജോളിയുടെ അഭിപ്രായത്തിൽ ഇവിടെ റേഡിയോ ആക്റ്റീവ് ഡീകേ ആണ് എക്സസ് ആയിട്ടുള്ളൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സൈമയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇത് കാരണം അത് സൈമ തന്നെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഹീറ്റ് ലോസ് ആവുമ്പോൾ വീണ്ടും അത് സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോൾട്ടൺ ആയിട്ടുള്ളൊരു ഫേസസിലാണ് കോണ്ടിനെൻറ്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ സോൾഡിഫിക്കേഷൻ്റെ സമയത്തിൽ വീണ്ടും കോൺട്രാക്ഷൻസ് ഒക്യൂർ ചെയ്യുന്നു. ഈ കോൺട്രാക്ഷൻ ഹൊറിസോണ്ടൽ കംപ്രഷനെയും ഫോൾഡിങ് ആൻഡ് ബക്ലിങ്ങിനെയും, അതായത് ബക്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബെൻഡിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ദെൻ മൗണ്ടെയിൻസിൻ്റെ ഫോർമേഷനെയും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ജോളിയുടെ റേഡിയോ ആക്റ്റീവ് തിയറിയിൽ പറയുന്നത് എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ റേഡിയോ ആക്റ്റീവ് ഡീകേ കാരണം ഒരു ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ഹീറ്റ് സൈമയ്ക്കകത്ത് വരുന്നു, സൈമ മെൽട്ടാവുന്ന സമയത്ത് കോണ്ടിനെൻസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, സിയാൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കോണ്ടിനെൻസ് മൂവ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹീറ്റ് ലോസ് ആവുകയും ഇത് വീണ്ടും സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. സൈമ സോൾഡിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കോൺട്രാക്ഷൻസ് ഒക്യൂർ ചെയ്യുന്നു. കോൺട്രാക്ഷൻസ് സംഭവിക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡിപ്രഷനും ഫോൾഡിങ് ആൻഡ് ബക്ലിങ്ങും ഫോർമേഷൻ ഓഫ് മൗണ്ടെയിൻസും സംഭവിക്കുന്നു എന്നുള്ളതാണ് ജോളിയുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇതും ധാരാളമായിട്ടുള്ള ക്രിറ്റിസിസത്തിന് വഴിവെക്കുന്നുണ്ട്. പിന്നീട് വരുന്ന മോഡേൺ തിയറീസ് ഇതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യം ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, സൈമ മോൾട്ടൺ ചെയ്ത് സൈമയിലൂടെ കോണ്ടിനെൻസ് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിയുമ്പം ഹീറ്റ് റിലീസായിട്ട് സൈമ കോൺട്രാക്ട് ചെയ്യുകയും ഓഷ്യൻ ഫ്ലോർ കോൺട്രാക്ട് ചെയ്യുകയും അത്തരത്തിൽ അവിടെ ഒരു കംപ്രഷണൽ ആക്ടിവിറ്റീസ് കാരണം മൗണ്ടെയിൻ ബിൽഡിംഗ് പോലുള്ള പ്രോസസ്സുകൾ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് ഡാലിയുടെ സ്ലൈഡിംഗ് കോണ്ടിനെൻസ് എന്ന് പറയുന്ന ഒരു തിയറി. 1926 അദ്ദേഹം ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അവർ മൊബൈൽ എർത്ത് എന്ന് പറയുന്ന ഒരു തിയറിക്കകത്താണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ തിയറി മറ്റുള്ള തിയറികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. അതായത് എർത്ത് ഒറിജിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സോളിഡ് ക്രസ്റ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇതിനെ പ്രിമിറ്റീവ് ക്രസ്റ്റ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ദെൻ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ റിജിഡ് ആയിട്ടുള്ള ലാൻഡ് മാസസ് ഉണ്ട് എന്നും ഇത്തരം ലാൻഡ് മാസുകൾ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന് നോർത്ത് പോളാർ ഡോംസ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ഡോംസ് ഉണ്ട്, അതുപോലെ തന്നെ സൗത്ത് പോളാർ ഡോംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം 3 ഡോംസ് ആണുള്ളത്.
ദെൻ അതേപോലെ തന്നെ ഇത്തരം ഡോംസുകൾ പ്രധാനപ്പെട്ട 2 റീജിയൻസ് കൊണ്ട് ഡിപ്രഷൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. മിഡ് ലാറ്റിറ്റ്യൂഡ് ഫറോസും അതുപോലെ തന്നെ വാസ്റ്റ് പസഫിക് ഓഷ്യനുമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഡിപ്രഷൻസ് ആണ് ജിയോ സിൻക്ലൈൻസ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കോണ്ടിനെൻ്റൽ ഡോംസ് ഹയർ ദാൻ സീ ആണെന്നും അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു, മിഡ് ലാറ്റിറ്റ്യൂഡ് ഫറോസിലേക്കും പസഫിക് ഓഷ്യനിലേക്കും ഈ റിജിഡ് മാസസ് സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട് എന്നുമാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ സെഡിമെന്റ് ഇത്തരം ലോ ആയിട്ടുള്ള ലാൻഡ്സിനകത്ത് ഡിപ്രഷൻസിനകത്ത് മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുമാണ് ഈ ഒരു തിയറിക്കകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. ഇവിടെ പറയുന്ന മൗണ്ടെയിൻ ബിൽഡിങ്ങിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ് പ്രധാനപ്പെട്ടൊരു ഫോഴ്സ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, കോണ്ടിനെൻസ് സ്ലൈഡ് ഡൗൺവേർഡ് ടുവേർഡ് ജിയോസിൻക്ലിൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നുള്ളതാണ്. അപ്പോൾ കോണ്ടിനെൻസ് ഇത്തരത്തിലുള്ള ജിയോസിൻക്ലിനൽ സീയിലേക്ക് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്. ഇത് ലാറ്ററൽ പ്രഷർ കാരണമാണ് രൂപീകൃതമാകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വരുന്ന സെഡിമെൻറ്റ്സ് കംപ്രസ് ചെയ്യുകയും ഫോൾഡ് ചെയ്യുകയും അപ്ലിഫ്റ്റ് ചെയ്യുകയും ദെൻ മൗണ്ടെയിൻസ് ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഈ ഒരു സ്ലൈഡിംഗ് കോണ്ടിനെന്റ് തിയറിയിൽ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇവിടെ എർത്ത് ഒറിജിൻ ചെയ്തതിന് ശേഷം ഒരു സോളിഡ് ക്രസ്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റും റിജിഡ് മാസസ് ഉണ്ട്. 3 റിജിഡ് മാസസ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ ചെറിയ ഡിപ്രഷൻസ് മിഡ് ലാറ്റിറ്റ്യൂഡ് ഫറോസും പ്രണീവൽ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്ന ഡിപ്രഷൻസ് ഉണ്ട്. ഈ ഡിപ്രഷൻസ് കാലങ്ങൾ കഴിയുമ്പം ഈ റിജിഡ് ആയിട്ടുള്ള മാസസ് ഈ ഒരു ഡിപ്രഷനിലേക്ക് മൂവ് ചെയ്യുമ്പം ഇറോഷണൽ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് കാരണം സെഡിമെന്റേഷൻ സംഭവിക്കുകയും ഈ സെഡിമെന്റേഷൻ പ്രോസസ്സ് കാരണം പിന്നീട് ഇന്ന് കാണുന്ന തരത്തിലുള്ള മൗണ്ടെയിൻസ് രൂപീകൃതമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൽപ്സ് ആൻഡ് ഹിമാലയാസ്, റോക്കി മൗണ്ടൻസ് ആൻഡ് ആൻഡസ്, അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ആർക്ക് ഐലൻഡ് ചെയിൻസുകൾ, ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള ക്രിറ്റിസിസംസും ഉണ്ട്. ഓക്കെ, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ തന്നെയാണ് പല അസംഷൻസും ഇദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. ഓക്കെ, അപ്പം പലതരത്തിലും അവിടെ നിലനിന്നിരുന്ന മൗണ്ടെയിൻസിനെയോ ഓഷ്യൻസിനെയോ ഒന്നും റെഫർ ചെയ്യാത്ത തരത്തിലുള്ള ഒരു തിയറികളാണ് ഡാലീസിൻ്റെ ഹൈപ്പോത്തിസിസിൽ വന്നത്. ദെൻ മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ അത് വളരെ ഓവർ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തായിട്ട് കൺവെൻഷണൽ കറണ്ട് തിയറി ആർതർ ഹോംസിൻ്റെയാണ്. അപ്പോൾ ഈ തിയറി മൗണ്ടെയിൻ ബിൽഡിംഗ്, വോൾക്കാനിക് ആക്ടിവിറ്റി, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തുടങ്ങിയ പല കാര്യങ്ങളും, അതായത് എർത്തിൻ്റെ ഇൻസൈഡിൽ നിന്നും വരുന്ന ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വളരെ നീറ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ബേസിക് ഐഡിയ വരുന്നത് എർത്ത് കൺസിസ്റ്റ് ചെയ്യുന്നത് ക്രസ്റ്റ് ആൻഡ് അതുപോലെ തന്നെ ലിക്വിഡ് സബ്സ്ട്രാറ്റം എന്ന് പറയുന്ന 2 കാര്യമുള്ളത്. ക്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാലും അപ്പർ സൈമ ക്രിസ്റ്റലൈൻ ലെയറിനാൽ കണ്ടെയ്ൻ ചെയ്യപ്പെടുന്നതാണ്. ലിക്വിഡ് സബ്സ്ട്രാറ്റം എന്ന് പറയുമ്പോൾ മാൻഡിൽ ലൈക്ക് ലെയർ, അതായത് ക്രസ്റ്റിൻ്റെ താഴെയുള്ള മാൻഡിൽ ലൈക്ക് ലെയറാണ് ലിക്വിഡ് സബ്സ്ട്രാറ്റം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്ട്രാറ്റത്തിനകത്ത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുകയും ഈ ഹീറ്റ് ഒരു കൺവെൻഷണൽ കറന്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഫോം ചെയ്യപ്പെടുന്ന കൺവെൻഷണൽ കറന്റാണ് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റിനും ജിയോസിൻക്ലൈൻ്റെ ഫോർമേഷനും മൗണ്ടെയിൻ ബിൽഡിങ്ങിനും വോൾക്കാനിക് ആക്ടിവിറ്റിക്കും കാരണമാകുന്നത് എന്നുള്ളൊരു തിയറിയാണ് ആർതർ ഹോംസ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മൗണ്ടെയിൻ ബിൽഡിങ്ങിന് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള കൺവേർഷൻ കറൻസ് ഉണ്ടാവും. അപ്പം ഇവിടെ ജിയോസിൻക്ലൈനുകൾ രൂപീകൃതമാകുന്നുണ്ട്. അതിനകത്ത് തിക്കായിട്ടുള്ള സെഡിമെന്റ് ഡെപ്പോസിഷൻസ് നടക്കുന്നുണ്ട്. ഈ സെഡിമെന്റ്സ് ഹീറ്റ് ചെയ്യുകയും മെറ്റാമോർഫൈസ് ചെയ്യപ്പെടുകയും ഡെൻസ് ആവുകയും ചെയ്യുന്നുണ്ട്. മൗണ്ടെയിൻ റൂട്ടുകൾ ഫോം ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് ഫോൾഡിംഗ് സ്റ്റേജ്. കൺവെൻഷണൽ കറന്റ് വളരെയധികം ഫാസ്റ്റർ ആവുകയും ഈ സ്ട്രോങ് ആയിട്ടുള്ള ഡിസെൻഡിങ് കറൻറ്റ്സ് മാക്സിമം കംപ്രഷനെ നടത്തുകയും ഈ കംപ്രഷൻ ജിയോസിൻക്ലൈൻ സെഡിമെന്റ്സിനെ ഫോൾഡ് ചെയ്യുകയും മൗണ്ടെയിൻ്റെ ഫോർമേഷനെ കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ കറന്റ് വരുന്നു, എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. രണ്ടാമത് കംപ്രഷണൽ ആക്ടിവിറ്റീസ് സംഭവിക്കുന്നു, മൗണ്ടെയിൻ ഫോർമേഷൻ ബിഗിൻ ചെയ്യുന്നു. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺവെൻഷണൽ കറന്റ് വീക്ക്
മൗണ്ടെയിൻ ബിൽഡിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പ്ലേറ്റ് ബൗണ്ടറീസ് ആണ് ഡൈവേർജന്റ് ബൗണ്ടറീസ്, ട്രാൻസ്ഫോം ബൗണ്ടറീസ്, കൺവേർജന്റ് ബൗണ്ടറീസ്. അപ്പോൾ ഡൈവേർജന്റ് ബൗണ്ടറീസിനകത്ത് പ്ലേറ്റ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓഷ്യാനിക് റിഡ്ജുകളും റിഫ്റ്റ് വാലീസുമാണ് രൂപീകൃതമാകുന്നത്. ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് വൺ അനദർ എന്നുള്ളതാണ്. അപ്പം രണ്ട് സ്ലൈഡുകൾ പരസ്പരം സ്ലൈഡ് ചെയ്ത് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും എർത്തിക്യൂക്കുകളാണ് രൂപീകൃതമാകുന്നത്, മൗണ്ടെയിൻസ് രൂപീകൃതമാകാറില്ല. ഇനി വരുന്നത് കൺവേർജന്റ് ബൗണ്ടറീസ് ആണ്. കൺവേർജന്റ് ബൗണ്ടറീസിനകത്താണ് ഈ ഫോൾഡഡ് മൗണ്ടെയിൻസിന്റെ രൂപീകരണം പ്രധാനമായിട്ടും നടക്കുന്നത്. ഇവിടെ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ് ഈച്ച് അതർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ഇത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്ഫോം ബൗണ്ടറിക്കകത്ത് വരുന്നതാണ്, ട്രാൻസ്ഫോം ബൗണ്ടറി ആണ്. ദെൻ ഇവിടെ ഇതാണ് സബ്ഡക്ഷൻ കൺവേർജന്റ് ബൗണ്ടറി ആയിട്ട് വരുന്നത്. ഇത് ഡൈവേർജന്റ് ബൗണ്ടറിക്കുള്ള ഒരു ഉദാഹരണമാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഇമേജുകൾ മാറിപ്പോകരുത്. ഒന്ന് ഡൈവേർജന്റ് ബൗണ്ടറി, അതായത് കൺവേർജന്റ് ബൗണ്ടറിക്കകത്ത് സ്ലൈഡ് ചെയ്ത് താഴോട്ട് പോകുന്നു. ഡൈവേർജന്റ് ബൗണ്ടറിക്കകത്ത് രണ്ടും ഓരോ ഡയറക്ഷനിലാണ് പോകുന്നത്. ദെൻ വരുന്നത് ട്രാൻസ്ഫോം ബൗണ്ടറി ആണ് ഈ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിക്കകത്ത് പ്രധാനമായിട്ടും 4 തരത്തിലുള്ള കൊളീഷൻസ് ആണ് സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കൊളീഷൻസ് ആണ്. അതല്ലാതെ കോണ്ടിനെന്റ്സും ഐലൻഡ് ആർക്കുകളും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടും മൗണ്ടെയിൻസ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഒരു എക്സെപ്ഷണൽ കേസുകളാണ്. ന്യൂഗിനിയ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫോർമേഷൻ സംഭവിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരാൻ കഴിയുന്നത് കോണ്ടിനെന്റ് ഓഷ്യൻ കൊളീഷനും കോണ്ടിനെന്റ് കൊളീഷനും ഓഷ്യൻ കൊളീഷനും ആണ്. അപ്പോൾ കോണ്ടിനെന്റ് ഓഷ്യൻ കൊളീഷൻ കാരണം രൂപീകൃതമായതാണ് ആൻഡസ് മൗണ്ടെയിൻസ്. കോണ്ടിനെന്റ് പ്ലേറ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ട് രൂപീകൃതമായതാണ് ഹിമാലയാസും ആൽപ്സും അറ്റ്ലസ് മൗണ്ടെയിൻസും. ഓഷ്യൻ കൊളീഷന്റെ ഭാഗമായിട്ട് രൂപീകൃതമായതാണ് ജപ്പാന്റെ സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം തിയറികൾ അല്ലാതെ ധാരാളമായിട്ടുള്ള മൗണ്ടെയിൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ധാരാളമായിട്ടുള്ള തിയറീസ് ഇന്ന് കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പം മാൻഡൽ ഡൈനാമിക്സ് ആണെങ്കിലും ക്ലൈമറ്റ് ഇൻട്രാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോണ്ടിനെന്റൽ കൊളീഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറികൾ, ഐസോസ്റ്റസിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, സീസ്മിക് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ്, ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് നിലവിൽ വളരെയധികം ചർച്ചകൾക്കും പഠനങ്ങൾക്കും വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ടെയിൻ ബിൽഡിംഗ് അല്ലെങ്കിൽ ഓറോജനി എന്ന് പറയുന്നത് എർത്തിന്റെ ക്രസ്റ്റിനകത്ത് നടക്കുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഇത് ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങും വോൾക്കാനിസവും അപ്ലിഫ്റ്റ്മെന്റിനും ക്രസ്റ്റൽ കംപ്രഷനും ഒക്കെ കാരണമാകുന്നുണ്ട്. ധാരാളമായിട്ടുള്ള തിയറീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷന് സംസാരിക്കുന്നുണ്ട്, കുറേ തിയറീസ്. ദെൻ പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് പ്രധാനമായിട്ടും ഇത്തരം തിയറികൾക്ക് ഒരു ശക്തി നൽകുന്ന വളരെ സയന്റിഫിക് ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൗണ്ടെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എൻ്റെയർ ആയിട്ടുള്ള ഒരു സംവിധാനത്തെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ്. സോ മൗണ്ടെയിൻസിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് എർത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചും അതിൻ്റെ ഒറിജിനെ കുറിച്ചുമുള്ള കാര്യങ്ങൾക്കും വഴിവെക്കുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ടോപ്പിക്കിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ ലിസണിങ്.